ആയിരക്കണക്കിന് ആളുകൾ കടലിൽ നിന്ന് കരയിലേക്ക് ഓടിയെത്തുന്നു. ഒരു ഹോളിവുഡ് ചിത്രത്തിൽ സോംബി അറ്റാക്ക് പോലെ തോന്നിക്കുന്ന ഭീതിതമായ രംഗം. ലോകം മൊത്തം വൈറലായ ദൃശ്യങ്ങൾ. 40ഓളം മരണങ്ങൾ. സുരക്ഷാസേന അവരെ തടയാൻ ശ്രമിക്കുന്നു. സ്പെയിനിലേക്ക് മൊറോക്കൻ കുടിയേറ്റക്കാർ നടത്തിയ അനധികൃത കടന്നുകയറ്റം. ഈ ദൃശ്യങ്ങളിൽ നിന്ന് ഉയർന്നു കേൾക്കുന്ന ഒരു നരേറ്റീവ് ഇതാണ്: ഇത് യൂറോപ്പിനെ കീഴടക്കുന്ന ഇസ്ലാമിക അധിനിവേശമാണ്. പക്ഷേ യഥാർത്ഥത്തിൽ സംഭവിച്ചത് അതാണോ? അല്ലെങ്കിൽ തെറ്റായ വിവരങ്ങൾ വിശ്വസിച്ച് സ്വന്തം ജീവൻ പോലും അപകടത്തിലാക്കിയ ഒരു ജനതയുടെ ദുരന്തമാണോ? സെവൂട്ട അതിർത്തി പ്രതിസന്ധിയുടെ യഥാർത്ഥ ചിത്രം നമുക്ക് പരിശോധിക്കാം. ആദ്യം തന്നെ സെവൂട്ട എന്ന നാടിന്റെ ഭൂമിശാസ്ത്രം മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ സംഭവം നടന്നത് സ്പെയിന്റെ മാൻഡ്രിഡോ, ബാഴ്സിയോ ഉൾപ്പെടുന്ന മെയിൻലാൻഡിലല്ല. എന്തിന്, യൂറോപ്യൻ ഭൂമിയിൽ പോലുമല്ല. വടക്കേ ആഫ്രിക്കയിൽ മൊറോക്കയോട് ചേർന്ന് കിടക്കുന്ന സെവൂട്ട എന്ന സ്പാനിഷ് നഗരത്തിലാണ്. ഭൂമിശാസ്ത്രപരമായി ഈ സ്പാനിഷ് നഗരം ആഫ്രിക്കയിലാണ്. നിയമപരമായി ഇത് സ്പെയിന്റെയും യൂറോപ്യൻ യൂണിയന്റെയും ഭാഗമാണ്. 1415 സ്പെയിനിൽ ഇസ്ലാമിക ഭരണം അവസാനിച്ച കാലം മുതൽ ഈ പ്രദേശം സ്പെയിന്റെ ഭാഗമായിരുന്നു. 1668 ലിസ്ബൺ ഉടമ്പടി പ്രകാരം ഔദ്യോഗികമായി സ്പാനിഷ് പ്രദേശമായി ഇത് കണക്കാക്കുന്നു. എന്നാൽ വർഷങ്ങളായി മൊറോക്കോയും സ്പെയിനും തമ്മിൽ ഈ പ്രദേശത്തെക്കുറിച്ച് രാഷ്ട്രീയ തർക്കം നിലനിൽക്കുന്നുണ്ട്. ഇന്ത്യ സ്വതന്ത്രമായിട്ടും മാഹിയിൽ ഫ്രഞ്ചുകാരും ഗോവയിൽ പോർച്ചുഗീസുകാരും അധിനിവേശം തുടർന്നതുപോലെയാണ് മൊറോക്കോ സെവൂട്ട എന്ന പ്രദേശത്തെ കാണുന്നത്. എന്തായാലും യൂറോപ്യൻ രാജ്യമായ സ്പെയിനിലേക്കുള്ള ആഫ്രിക്കയുടെ കവാടമാണ് ഈ നഗരം എന്ന് പറയാം. സോഷ്യൽ മീഡിയയിൽ ഒരു വിഭാഗം ലോകത്തെ ഞെട്ടിച്ച ഈ അഭയാർത്ഥി പ്രവാഹം ഒരു ആസൂത്രിത ആക്രമണമാണ് എന്നാണ് പറയുന്നത്. പക്ഷേ ലഭ്യമായ വിവരങ്ങൾ മറ്റൊരു കഥയാണ് പറയുന്നത്. മൊറോക്കോയിലെ വലിയൊരു വിഭാഗം യുവാക്കൾ നേരിടുന്നത് രൂക്ഷമായ തൊഴിലില്ലായ്മയാണ്. ഉള്ള ജോലിക്കാണെങ്കിൽ കുറഞ്ഞ വരുമാനം മാത്രം, ഒപ്പം പിന്നോക്കാവസ്ഥയും ഭാവിയെക്കുറിച്ചുള്ള നിരാശയും. ഇതെല്ലാം ചേർന്നപ്പോൾ യൂറോപ്പിൽ ഒരു നല്ല ജീവിതം ലഭിക്കുമെന്ന പ്രതീക്ഷ ചിലരെ അപകടകരമായ യാത്രയിലേക്ക് നയിക്കുന്നു. അതിൽ തന്നെ പലരും അവസരങ്ങൾ തേടിയാണ് അതിർത്തി കടക്കുന്നത്. ഈ പ്രതിസന്ധിയിലെ പ്രധാന വില്ലന്മാർ മനുഷ്യക്കടത്ത് സംഘങ്ങളാണ്. യൂറോപ്പിലെത്താൻ ആഗ്രഹിക്കുന്നവരിൽ നിന്ന് വലിയ തുക ഈടാക്കുകയാണ് അവരുടെ ബിസിനസ്. സോഷ്യൽ മീഡിയയും വാട്സപ്പും ഉപയോഗിച്ച് അവർ പ്രചരിപ്പിച്ച സന്ദേശങ്ങളാണ് പ്രതിസന്ധിയിലേക്ക് നയിച്ചത്. അതിർത്തി ഇപ്പോൾ തുറന്നിരിക്കുന്നു. സെവൂട്ടയിലെത്തിയാൽ യൂറോപ്പിൽ തുടരാം. ഈ അവസരം പാഴാക്കരുത്. ഇത്തരത്തിലുള്ള തെറ്റായ വിവരങ്ങൾ ആയിരക്കണക്കിന് ആളുകളെ ഒരേ സമയം അതിർത്തിയിൽ എത്തിച്ചു. പക്ഷേ യാഥാർത്ഥ്യം എന്താണ്? ആ എത്തിയവർക്ക് പണം നഷ്ടമായി. പലരും കടലിൽ ജീവൻ നഷ്ടപ്പെടുത്തി. മറ്റു ചിലർ നിയമപരമായ അനിശ്ചിതത്വത്തിൽ കുടുങ്ങി. ലാഭം കൊയ്തത് മനുഷ്യക്കടത്ത് മാഫിയ മാത്രം. ഈ സംഭവത്തിൽ ഏറ്റവും കൂടുതൽ തെറ്റായി പ്രചരിപ്പിക്കപ്പെട്ടത് സ്പാനിഷ് സുപ്രീം കോടതിയുടെ ഒരു തീരുമാനമാണ്. കോടതി പറഞ്ഞത് കടൽ മാർഗം സെവൂട്ടയിലെത്തുന്ന എല്ലാ ആളുകളെയും യാതൊരു നിയമ നടപടിയും കൂടാതെ ഉടൻ മൊറോക്കോയിലേക്ക് തിരിച്ചയക്കരുത് എന്നാണ്. ഓരോരുത്തരുടെ സാഹചര്യം പ്രത്യേകമായി പരിശോധിക്കണം. അവർക്ക് അഭയാർത്ഥി സംരക്ഷണം ആവശ്യപ്പെടാൻ അർഹതയുണ്ടോ, മറ്റ് നിയമപരമായ അവകാശങ്ങളുണ്ടോ എന്ന് പരിശോധിക്കണം. എന്നിട്ട് മാത്രമേ അവരെ തിരിച്ചയക്കൽ നടപടികൾക്ക് വിധേയമാക്കാവൂ. ഒരു പ്രത്യേക കേസിലായിരുന്നു ഈ നിർദ്ദേശം. എന്നാൽ ഈ വിധിയെ മനുഷ്യക്കടത്ത് സംഘങ്ങൾ പൂർണ്ണമായും വളച്ചൊടിച്ചു. ഇനി സ്പെയിനിലെത്തിയാൽ ആരും തിരിച്ചയക്കില്ല. അതിർത്തി തുറന്നു കഴിഞ്ഞു. ഇപ്പോൾ യൂറോപ്പിലേക്ക് കടക്കാനുള്ള ഏറ്റവും നല്ല അവസരമാണിത് എന്നിങ്ങനെ വ്യാജ സന്ദേശങ്ങളാണ് സോഷ്യൽ മീഡിയയിലൂടെയും വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെയും വ്യാപകമായി പ്രചരിപ്പിച്ചത്. ഈ തെറ്റിദ്ധാരണയിൽ വിശ്വസിച്ചാണ് ആയിരക്കണക്കിന് ആളുകൾ ഒരേ സമയം സെവൂട്ടയിലേക്ക് എത്തിയത്. പിന്നീട് സ്പാനിഷ് സർക്കാർ ഇത് തെറ്റായ പ്രചരണമാണെന്നും അനധികൃതമായി പ്രവേശിച്ചവരെ നിയമ നടപടിക്ക് വിധേയമാക്കുമെന്നും വ്യക്തമാക്കി. ഏതൊരു രാജ്യത്തിന്റെ അതിർത്തിയും നിയമവിരുദ്ധമായി കടക്കുന്നത് തെറ്റാണ്. ഓരോ രാജ്യത്തിനും സ്വന്തം അതിർത്തി സംരക്ഷിക്കാനുള്ള അവകാശമുണ്ട്. സംഭവത്തിന് പിന്നാലെ സ്പാനിഷ് പ്രധാനമന്ത്രി പെട്രോ സാഞ്ചസ് ഇത് സ്പെയിന്റെയും യൂറോപ്യൻ യൂണിയന്റെയും സുരക്ഷയെ ബാധിക്കുന്ന ഗുരുതരമായ പ്രതിസന്ധിയാണ് എന്നാണ് വിശേഷിപ്പിച്ചത്. അതിർത്തി സുരക്ഷ പുനഃസ്ഥാപിക്കുമെന്നും രാജ്യത്തിന്റെ പരമാധികാരവും അതിർത്തികളും സംരക്ഷിക്കുന്നതിൽ സർക്കാർ ഒരു വിട്ടുവീഴ്ചയും നടത്തില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി.
എന്നാൽ ഈ വലിയ കുടിയേറ്റത്തിന് പിന്നിൽ മനുഷ്യക്കടത്ത് ശൃംഖലകളും തെറ്റായ പ്രചരണവും പ്രധാന കാരണമാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. അതിനാൽ ഈ സംഭവത്തെ ഒരു മതത്തിൻ്റെയോ ഒരു ജനതയുടെയോ പേരിൽ മാത്രം വിലയിരുത്തുന്നത് യാഥാർത്ഥ്യത്തെ പൂർണ്ണമായും പ്രതിഫലിപ്പിക്കില്ല. ദാരിദ്ര്യം, തൊഴിലില്ലായ്മ, മനുഷ്യക്കടത്ത് മാഫിയ, തെറ്റായ വിവരപ്രചാരണം, അതിർത്തി സുരക്ഷാ വെല്ലുവിളികൾ, രാജ്യങ്ങൾ തമ്മിലുള്ള നയതന്ത്ര ബന്ധങ്ങൾ ഇവയെല്ലാം ചേർന്നാണ് സെവൂട്ടയിലെ പ്രതിസന്ധി രൂപപ്പെട്ടത്. അതുകൊണ്ട് ഭയവും വികാരവും മാത്രമല്ല, വസ്തുതയും ചരിത്രവും നിയമവും അടിസ്ഥാനമാക്കിയുള്ള വിലയിരുത്തലാണ് ഈ സംഭവത്തെ മനസ്സിലാക്കാൻ ഏറ്റവും ആവശ്യം.